നമസ്തേ. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസിൻ്റെ 10ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റിലെ ആദ്യത്തെ യൂണിറ്റ് ബീർ ബഹുട്ടി അതാണിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ്. ഇതിലെ ആദ്യത്തെ യൂണിറ്റിലെ ഫസ്റ്റ് പാഠം ഇതാണ്. പാഠം ബീർ ബഹുട്ടി ഒരു സ്റ്റോറിയാണ്. സ്റ്റോറിക്ക് ഹിന്ദിയിൽ എന്താണ് പറയുന്നത്? കഹാനി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ കഥയൊന്ന് പരിചയപ്പെടാം. നമുക്ക് റൈറ്ററിനെ പറ്റി ജസ്റ്റ് ഒരു ഇൻട്രോ പോയിട്ട് പാഠത്തിലേക്ക് പോവാം. റൈറ്ററിൻ്റെ പേര് പ്രഭാത് എന്നാണ്. യുവ കവി പ്രഭാത് കാ ജന്മ രാജസ്ഥാൻ കെ കരോലി മേ 1972 को हुआ. യുവ കവി എന്താണ്? അദ്ദേഹം ഒരു കവിയൂടെയാണ്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് കഹാനിയാണ്. അദ്ദേഹം ഒരു കവിയാണ്. അദ്ദേഹത്തിൻ്റെ ജനനം എവിടെയായിരുന്നു? രാജസ്ഥാനിലെ കരൗലി എന്ന് പറയുന്ന സ്ഥലത്ത് 1972 1972 പ്രഭാത് നമ്മുടെ റൈറ്റർ ജനിച്ചത്. ആ കവി ഹോനെ സാത്ത് സാത്ത് കഹാനികാർ ഭി ഹെ. അദ്ദേഹം ഒരു കവിയാണ്, അതുപോലെ തന്നെ എന്താണ് ഒരു കഹാനികാർ, ഒരു സ്റ്റോറി റൈറ്ററും കൂടിയാണ്. കാസിബായി പാനി കി ഗാഡിയോ മേ ഛൂസ്താ രഹ ജാത്താ രഹ ആദി ആപ്കി പ്രമുഖ രചനായ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 കൃതികളുടെ പേരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റൈറ്ററിൻ്റെ പേര് മറന്നു പോയത് ആരാണ്? പ്രഭാത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ജനിച്ചത് രാജസ്ഥാനിലാണ്. അപ്പോൾ നമ്മുടെ കഥയുടെ പശ്ചാത്തലവും എവിടെയാണ്? രാജസ്ഥാൻ തന്നെയാണ്. ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മഴക്കാലത്തൊക്കെ കാണുന്ന ഒരു നല്ല ബ്ലഡിൻ്റെ കളറിലുള്ള ഒരു ചെറിയ പ്രാണി, അതിനെയാണ് നമ്മൾ എന്താണ് ബീർ ബഹൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഈ കഥ തുടങ്ങുമ്പോൾ ഈ ബീർ ബഹൂട്ടി അല്ലെങ്കിൽ ഈ പ്രാണികൾക്ക് ഈ കഥയിൽ എന്താണ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം, കഥ തുടങ്ങുന്ന ഒരു അന്തരീക്ഷം എന്താണ് എന്നുള്ളതാണ് ഇതിൽ ഫസ്റ്റ് ഇപ്പോൾ പാരഗ്രാഫിൽ നമ്മൾ കാണാൻ പോകുന്നത്. ബാദൽ ബഹുത് ബരസ് ലിയേ ഥേ ഫിർ ഭി ബഹുത് സാരാ പാനി ഉൻമേ ബച്ചാ ഹുവാ ഥാ. ബാദൽ ബഹുത് ബരസ് ലിയേ ഥേ. മഴ വളരെയധികം പെയ്തു കഴിഞ്ഞിരുന്നു. എന്നിട്ടും ബഹുത് സാരാ പാനി ഒരുപാട് വെള്ളം, ഉന്മേ ബച്ചാ ഹുവാ ഥാ എന്താണ്? മേഘങ്ങളിൽ ഒരുപാട് വെള്ളം എന്താണ് വീണ്ടും ബാക്കിയുണ്ടായിരുന്നു. അതായത് എന്താണ്? മഴ പെയ്തിട്ടും വീണ്ടും കറുത്ത മേഘങ്ങൾ നിറയെ ഉണ്ടായിരുന്നു. വേ ഖേത്തോ ജംഗലോ കെ ഊപ്പർ ഛായേ ഹുയേ ഥേ. ആ മേഘങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിരുന്നു? ഖേത്തവും വയലുകളുടെയും ജംഗൽ കാടിൻ്റെയൊക്കെ മുകളിൽ ഇങ്ങനെ എന്താണ്? കാർമേഘങ്ങൾ നിറഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. സാരാ ആകാശ് മേഘോസെ ഭരാദ. ആകാശം മുഴുവൻ എന്താണ്? ഈ മേഘങ്ങൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. മേഘോങ്കി ഛായാവുമേം ഗീലി ഹവായേം ഇധറുധർ ഘൂം രഹീതി. അപ്പോൾ ഈ കാർമേഘങ്ങൾ ഇരുണ്ട് കിടക്കുന്നതിൻ്റെ താഴെ എന്താണ്? ഛായ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ മേഘങ്ങളുടെ തണലിൽ ഗീലി ഹവായേം എന്താണ്? നല്ല തണുത്ത കാറ്റ്, ഗീലി തണുത്ത ഈറൻ കാറ്റ് എന്താണ്? ഇധറുധർ ഘൂം രഹീതി അവിടെയും ഇവിടെയൊക്കെ എന്താണ്? ചുറ്റിക്കറങ്ങി നടപ്പുണ്ടായിരുന്നു. അതായത് എന്താണ്? നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പേടോങ്കെ തന്നെ അബീബി ഗീലേതേ. മരങ്ങളുടെയൊക്കെ തനെ എന്ന് പറഞ്ഞാൽ എന്താണ്? തായ്തടി, അതിപ്പോഴും എന്താണ്? ഗീലേതേ നനഞ്ഞിരിപ്പുണ്ടായിരുന്നു. മൂങ് ഫലിയോങ്കെ ഹരേ ഖേത്തോമേ പീലെ ഭൂൽ അബീബി ഗീലേതേ. മൂങ് ഫലിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? നിലക്കടലയുടെ എന്താണ്? ഹരേ ഖേത്തോമേം നല്ല പച്ച പിടിച്ച വയലുകളിൽ അതിൻ്റെ പീല എന്ന് പറഞ്ഞാൽ എന്താണ്? യെല്ലോ. ആ നിലക്കടലയുടെ യെല്ലോ പൂക്കൾ എന്താണ്? അബീബി ഇപ്പോഴും ഗീലേതേ നല്ല നനഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ഖേത്തോമേം ഛോട്ടാ ബാജ്ര ഉഗാദ. ആ വയലുകളിൽ എന്താണ്? ചെറിയ ബാജ്ര ചോളത്തിൻ്റെ തൈകൾ എന്താണ്? ഇങ്ങനെ മുളച്ചു വരുന്നുണ്ടായിരുന്നു. ബാജ്രയ്ക്ക് ലെമ്പേ പത്തലെ പാത്തോമേം പാനിക്ക് ബൂന്തേം അടുക്കി ഹുയിതേ. ആ ബാജ്രയുടെ ചോളത്തിൻ്റെ നല്ല നീളമുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അതിൻ്റെ ഇലകളിൽ ഇപ്പോഴും എന്താണ്? പാനിക്ക് ബൂന്തേം എന്താണ്? വെള്ളത്തിൻ്റെ തുള്ളികൾ ഇങ്ങനെ തങ്ങി നിൽപ്പുണ്ട്. വെള്ളത്തിൻ്റെ തുള്ളികൾ എന്താണ്? അടുക്കി ഹുയി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ തങ്ങി നിൽപ്പുണ്ടായിരുന്നു. ബാരിഷ് കി ഹവാമേം ഗീലെ ഖേത്തോമേം ബാരിഷ് കി ഹരിയാലി കി ഗന്ധ് ഖുലി ഹുയിദി. അപ്പോൾ ബാരിഷ് കി ഹവാമേം എന്താണ്? മഴ പെയ്ത് തോർന്നിട്ടുണ്ടായിരുന്ന ആ കാറ്റിൽ ഗീലെ ഖേത്തോം എന്താണ്? നനഞ്ഞ വയലുകളുടെയും ഓർ ബാരിഷ് കി ഹരിയാലി കി ഗന്ധ് മഴ പെയ്യുമ്പോൾ ഉള്ള ഒരു പച്ചപ്പിൻ്റെ മണമൊക്കെ എന്താണ്? ഇങ്ങനെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സമയം എപ്പോഴാണ് ഈ കഥ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ആ സമയത്തെ ഒരു അന്തരീക്ഷം, പ്രകൃതിയുടെ ഒരു സ്വഭാവം എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പരിചയപ്പെട്ടത്.
അടുത്ത് നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് പോവുകയാണ്. ഉനെ ബീർ ബഹൂട്ടിയോസെ മിൽന ഹോത്താ ഥ. അവർക്ക് ബീർ ബഹൂട്ടികളെ കാണണമായിരുന്നു. അവർക്ക് ആരാണെന്നുള്ളത് നമ്മൾ എന്താണ് പരിചയപ്പെടാൻ പോവുകയാണ്. നമ്മുടെ കഥയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആരാണെന്നുള്ളത്. അപ്പോൾ ആരാണ് അവർ? ആരെയോ ഏതോ രണ്ട് കുട്ടികൾ, അവരാണ് ഇതിൻ്റെ കഥാപാത്രങ്ങൾ. അത് ആരാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, നമുക്ക് കഥ പറഞ്ഞു വരുമ്പോൾ അവരെ പരിചയപ്പെടാം. അവർക്ക് എന്ത് ചെയ്യണമായിരുന്നു? ബീർ ബഹൂട്ടിയോസെ, ഈ ചുവന്ന പ്രാണികളെ കാണണമായിരുന്നു. മിൽന ഹോത്താ ഥ, അവരെ കാണണമായിരുന്നു. സോ വേ സ്കൂൾ കെ ലിയെ ഘർ സെ കുച്ച് സമയ പെഹലെ നിക്കൽ ആത്തേ ഥേ. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? സ്കൂളിൽ പോകുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? അവർ വീട്ടിൽ നിന്ന് കുച്ച് സമയ പെഹലെ, കുറച്ച് നേരം മുമ്പേ പുറപ്പെട്ടു. എന്താണ്? വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇറങ്ങി. കസ്ബേ സെ സटे ഇൻ ഖേത്തോ മേ ബീർ ബഹൂട്ടിയാം ഖോജാ കർത്തേ ഥേ. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നു? കസ്ബേക്ക് സटे, കസ്ബ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ ടൗൺ. അതിൻ്റെ നിയർ, അതിൻ്റെ അടുത്തുള്ള വയലുകളിൽ എന്താണ്? ബീർ ബഹൂട്ടിയം, ഈ പ്രാണികളെ എന്താണ് അവർ ഖോജന എന്ന് പറഞ്ഞാൽ എന്താണ്? അന്വേഷിക്കുക. അവർ ഈ പ്രാണികളെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടായിരുന്നു അവരെന്താണ് സ്കൂളിലേക്ക് ഇറങ്ങുന്നത്. എല്ലാ ദിവസവും ഇറങ്ങുന്നതിനേക്കാൾ കുറച്ച് മുമ്പേ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. സുർക്ക്, മുലായം, ഗദ്ബദി, ബീർ ബഹൂട്ടിയം. എങ്ങനെയുള്ളതാണ്? സുർക്ക് നല്ല റെഡ് കളറിൽ, എന്താണ്? മുലായം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, എന്താണ്? ബീർ ബഹൂട്ടിയം, ഈ പ്രാണികളെ അവർക്ക് കാണണമായിരുന്നു. ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തിം. അപ്പം നമ്മുടെ റൈറ്റർ പ്രഭാത്, നമ്മുടെ കഥാകൃത്ത് എങ്ങനെയാണ് അവരെ പറയുന്നത്? ധർത്തി പർ മണ്ണിൽ, ചൽത്തി ഫിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഇഴഞ്ഞു നടക്കുന്ന, ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേം രക്തത്തുള്ളികൾ, വളരെ എന്താണ് മനോഹരമായ രക്തത്തുള്ളികൾ. അതുപോലെയാണ് എന്താണ് ഈ വളരെ റെഡ് കളറിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബീർ ബഹൂട്ടികളെ നമ്മുടെ റൈറ്റർ പറഞ്ഞിരിക്കുന്നത്. ഉൻകെ ബസ്തെ ഉൻകി പീഠ് പർ ലതേ ഹോത്തേ ഥേ കന്തോം പർ ടങ്കേ ഹോത്തേ ഥേ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ബാഗും തോളിലിട്ടിട്ടാണ് എന്താണ് ഈ കുനിഞ്ഞു നിന്ന് എന്താണ് വയലിൽ വന്ന് ഈ ഒരു ബീർ ബഹൂട്ടികളെ എന്താണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താണ് അവരുടെ ബാഗുകൾ എന്താണ് ഇതുപോലെ ഇങ്ങനെ തോളിൽ തന്നെ എന്താണ് അതിങ്ങനെ തൂങ്ങിക്കിടക്കുമായിരുന്നു. वे एक दूसरे के बहुत नज़दीक रहकर बल्कि कहना चाहिए बिल्कुल सटकर ബീർ ബഹൂട്ടിയാം खोजते थे. അവർ രണ്ടുപേരും എന്താണ് വളരെ അടുത്തടുത്തിരുന്നാണ് എന്താണ് ഈ പ്രാണികളെ അവർ എവിടെയാണോ ഉള്ളതെന്ന് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. നിലത്തിരുന്ന് उन्हें देखने के लिए वे बारिश की गंध भरी ഭൂരി സെമീൻ പർ ബൈറ്റ് ജായ കർത്തേത്. അപ്പോൾ ബീർ ബഹൂട്ടികളെ പെട്ടെന്ന് വളരെ ഭംഗിയായിട്ട് എന്താണ് നന്നായിട്ട് കാണുന്നതിന് വേണ്ടി അവരെന്താണ് ബാരിഷ് കി ഗന്ധ് ഭരി, എന്താണ് മഴ നനഞ്ഞു കിടന്നിരുന്ന ഭൂരി സെമീൻ പർ, ഭൂരി എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല തവിട്ട് മണ്ണിൽ അല്ലെങ്കിൽ ചെളി പിടിച്ച് കിടന്ന ആ തറയിൽ എന്ത് ചെയ്തു? അവർ വന്ന് ഇരുന്നിട്ടാണ് എന്താണ് ഈ പ്രാണികളെ തിരഞ്ഞുകൊണ്ടിരുന്നത്. ബേല देखो इस बीर बहूटी का रंग तुम्हारे रिबन का जैसा लाल है, സാഹിൽ ने कहा. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ഉനെ ബീർ ബഹൂട്ടിയോ സെ മിൽന ഹോത്തത്, അവർക്ക് ബീർ ബഹൂട്ടികളെ കാണണമായിരുന്നു. അവരാരാണ്? അവർ രണ്ടുപേരുമാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത്. ആരൊക്കെയാണ്? ബേല ഓർ സാഹിൽ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടി, ഒരു ബോയും ഒരു ഗേളും ആണ്. അവരുടെ പേരെന്തൊക്കെയാണ്? ബേല ഓർ സാഹിൽ. ഒന്ന് ബേലയാണ്, ഒന്ന് സാഹിൽ. അപ്പോൾ ബേലയോട് സാഹിൽ പറയണം, ബേല ദേഖോ ഇസ് ബീർ ബഹൂട്ടി കാ രംഗ് തുമാരെ റിബൺ കെ ജൈസേ ലാൽ ഹെ. എന്താണ്? നോക്കൂ ബേല, ഈ തറയിലുള്ള ഈ ബീർ ബഹൂട്ടികൾ, ഈ പ്രാണികളുടെ നിറം നിന്റെ തലമുടിയിൽ കിട്ടിയിരിക്കുന്ന റിബണിൻ്റെ കളറ്, റിബൺ പോലെ എന്താണ് റെഡ് കളറാണ്. സാഹിലിനെ കഹ, ഇത് ആരാണ് പറഞ്ഞത്? സാഹിലാണ് പറഞ്ഞത്. തുമ്നെ കുച്ച് സുനാ ബേല. അപ്പം പെട്ടെന്ന് നിന്നിട്ട് വീണ്ടും സാഹിൽ ചോദിക്കുകയാണ്, തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ ബേല? ഹാ സുന പെഹലി ഖണ്ഡി ലഗേ ഹെ. അപ്പോൾ അവൾ പറയണം, എന്താണ് ബേല പറയണം, ഹാ സുന ഞാൻ കേട്ടു. എന്താണ് കേട്ടത്? പെഹലി ഖണ്ഡി ലഗേ ഹെ, ആ സ്കൂളിൽ ഫസ്റ്റ് ബെല്ലടിച്ചു. ലേക്കിൻ മുझे പെൻ മേ സ്യാഹി ഭി ഭർവാനി ഹെ ദുകാൻ സെ. അപ്പോൾ പെട്ടെന്ന് പറയണം എന്താണ്, പക്ഷേ എനിക്ക് എന്താണ് എൻ്റെ പേനയിൽ മഷിയില്ല. അപ്പോൾ എനിക്ക് ദുകാൻസെ, കടയിൽ നിന്ന് എന്താണ് എൻ്റെ പേനയിൽ മഷി നിറയ്ക്കേണ്ടതും അത്യാവശ്യമാണ്. മഷിയില്ലാതെ എങ്ങനെയാണ് ഞാൻ പോയി എഴുതുന്നത്? ഇത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ഇനി അടുത്ത് നമ്മൾ എവിടെയാണ് ഈ കഥ അല്ലെങ്കിൽ ഈ കുട്ടികൾ ഏത് സ്ഥലത്ത് എവിടെയുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്, അവിടെ അത് ഏത് സ്ഥലമാണ്, അതൊക്കെയാണ് നമ്മൾ ഇനി അടുത്ത പാരഗ്രാഫിൽ പരിചയപ്പെടാൻ പോകുന്നത്. 1981 എന്താണ് 1981 ആ വർഷത്തെ കാര്യമാണ് പറയുന്നത്.
राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा ഫുലേര ജംഗ്ഷൻ എവിടെയാണ്? രാജസ്ഥാനിൽ ജയ്പൂർ കെ നസ്ദീക്ക്, ജയ്പൂരിനടുത്തായിട്ട് സവാരി ഗാഡിയും, എന്താണ് സവാരി ഗാഡി, യാത്രക്കാർ പോകുന്ന വണ്ടികളും യാത്രാ വണ്ടികളും മാൽഗാഡിയും ചരക്ക് വണ്ടികളും നിറയെ എപ്പോഴും ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഫുലേര ജംഗ്ഷൻ. ഫുലേര എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്ലേസിൻ്റെ പേരാണ്, ആ ഒരു ജംഗ്ഷൻ ഫുലേര ജംഗ്ഷൻ. കസ്ബേക്കി ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയ, എന്താണ് കസ്ബേക്കി ലഗ്ഭഗ്, ഏകദേശം ആ ഒരു ചെറിയ ടൗണിലുള്ളതൊക്കെ എങ്ങനെയാണ്? സൂനി തങ്ക് ഗലിയ, എന്താണ് നിറയെ ഇടുങ്ങിയ തെരുവ്, ആ അങ്ങനത്തെ വഴികളാണ്. ഗലിയോമേ ഖാമോഷ് ഖഡെ ബിജലിക്കെ ഖമ്പെ, അപ്പോൾ ആ തെരുവിലൊക്കെ എങ്ങനെയാണ്? ഖാമോഷ് ഖഡെ ബിജലിക്കെ ഖമ്പെ, ഒന്നും മിണ്ടാതെ നിൽക്കുന്ന പോലെ എന്താണ് നിറയെ ബിജലിക്കെ ഖമ്പെ, ഇലക്ട്രിക് പോസ്റ്റുകളാണ്. ബിജലിക്കെ ഖമ്പെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പോസ്റ്റുകളാണ്. ഖമ്പോങ്കെ ബീച്ച് കിഞ്ചി താരോങ്കി കത്താരെ, അപ്പോൾ ഈ പോസ്റ്റുകളിൽ എങ്ങനെയാണ്? നിറയെ കമ്പികൾ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ആ കമ്പികളുടെ താരോങ്കി, താർ കമ്പി, കമ്പികളുടെ എന്താണ്? കത്താരെ, നിരകൾ. ഇൻ ഗലിയോമേ ജഹാം തഹാ ദിഖായി പട്ടെ മീട്ടി ഖണ്ടിയാം ബെജാത്തെ ഫേരി വല, അപ്പോൾ ഈ തെരുവിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത്? ഇങ്ങനെ വളരെ സ്വീറ്റായിട്ട് ഇങ്ങനെ മണിയൊക്കെ അടിച്ചുകൊണ്ടാണ് അവിടെ കച്ചവടക്കാർ സാധനങ്ങൾ വിൽക്കാനൊക്കെ നടപ്പുണ്ട്. അപ്പോൾ എപ്പോഴും അവരുടെ കയ്യിലുള്ള ചെറിയ മണി ഇങ്ങനെ അടിക്കുന്ന ഒച്ച അവിടെ ഇങ്ങനെ മുഴങ്ങി കേൾക്കുമായിരുന്നു. एक अंधेरी सी गली में छह सात गधोंगी खुरोंगी टापोंगी आवास, അപ്പോൾ എന്താണ്? एक अंधेरी सी ഗലിമേ, ഈ ഒരു തെരുവിൽ എന്താണ് ഏകദേശം ഒരു 6-7 ഗധ എന്ന് പറയുന്നത് എന്താണ്? കഴുതകളുടെ, കുരോങ്കി ടാപ്പോങ്കി ആവാസ്, അതിൻ്റെ കുളമ്പടി ശബ്ദം, അതിങ്ങനെ പോകുന്ന ഒച്ച കേൾക്കാമായിരുന്നു. ഉൻകെ പീച്ചെ ചൽത്ത ഏക് ബദൻ ഉഖാടെ കുമാർ, അവരുടെ പിറകെ പോകുന്ന എന്താണ്? ഒരു അർത്ഥനഗ്നനായിട്ടുള്ള ഒരു കുമാർ എന്ന് പറയുന്നതാണ് കുശവൻ, നമ്മുടെ കുടം കലമൊക്കെ ഉണ്ടാക്കുന്ന ആൾ, അയാളെയാണ് എന്താണ് കുശവൻ എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ എന്താണ് ഷർട്ടൊന്നും ഇടാതെ ഒരു മുണ്ട് മാത്രം ഉടുത്തിട്ട് പോകുന്ന ഒരാൾ, അതാണ് എന്താണ് ഏക്ക് ബദൻ ഉഖാടെ എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലോട്ട് ഉടുപ്പൊന്നും ഷർട്ടൊന്നും ഇട്ടിട്ടില്ല, അങ്ങനെ ഒരാൾ. इसी दृश्य के बीच से ഗുസർത്തെ ഹുയേ ദോ സ്കൂളി ബച്ചെ ബേല ഓർ സാഹിൽ, അപ്പോൾ ഇങ്ങനെ ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഈ ഒരു ഇത്രയും തിരക്കുള്ള ഈ ഒരു തിരക്കിനിടയിലൂടെ എന്താണ് 2 സ്കൂൾ കുട്ടികൾ, ആരൊക്കെയാണ്? സ്കൂളിലെ യൂണിഫോമൊക്കെ ഇട്ട് 2 കുട്ടികൾ പോവേണം, അവരാണ് നമ്മുടെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ആരൊക്കെയാണ്? ബേല ഓർ സാഹിൽ, ബേലയും സാഹിലും. ഉൻ ദിനോം പെൻ മേം 5 പൈസേമേം നീലി സ്യാഹി ഭരി ജാതി തി, അപ്പോൾ അവരെഴുതുന്ന പേന, നമ്മൾ എന്താണ് ഇപ്പോൾ കുട്ടിക്കാലത്ത് പണ്ട് കാലത്ത് നമുക്ക് 1981 എന്നൊക്കെ പറയുമ്പോൾ അന്ന് ഇതുപോലുള്ള നിങ്ങൾ ഇപ്പോൾ പഠിക്കുന്ന പോലെയുള്ള റീഫിൽ പെന്നൊന്നും അല്ല, മഷി പേനകളാണ് ഉള്ളത്. അപ്പോൾ അതിലെന്താണ് മഷി നിറച്ചിട്ടാണ് എന്താണ് ആ പേനകൾ എഴുതാൻ പറ്റുന്നത്. അപ്പോൾ 5 പൈസ കൊടുത്താൽ കടയിൽ നിന്ന് എന്താണ് നീല മഷി ആ പേനയിൽ നിറച്ച് തരും. സ്റ്റേഷനറി की दुकान वाले ड्रॉपर से पेन में स्याही भरते थे, അപ്പോൾ സ്റ്റേഷനറി നമ്മൾ ഈ പേപ്പർ പെൻസിൽ പെന്നൊക്കെ വാങ്ങിക്കുന്ന ഈ ഒരു സ്റ്റേഷനറി കടയിൽ ചെന്നാൽ അവിടുത്തെ കടക്കാരൻ എന്താണ് ഡ്രോപ്പർ കൊണ്ട് ആ പെന്നിൽ എന്താണ് മഷി, സ്യാഹി എന്ന് പറഞ്ഞാൽ ഇങ്ക് നിറച്ച് കൊടുക്കും. അതിന് അവർ കൊടുക്കുന്ന കാശ് എത്രയാണ്? 5 പൈസയാണ് അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. पेन में कुछ स्याही बची थी, उसे साहिल ने ज़मीन पर छिड़क दिया. नई स्याही भरवाने के लिए दोनों दुकान पर पहुंचे, അപ്പോൾ പെന്നിൽ എന്താണ് കുറച്ച് മഷി ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ സാഹിൽ എന്ത് ചെയ്തു? അതിനെ അങ്ങ് മണ്ണിലേക്ക് തറയിലേക്ക് അങ്ങ് ഒഴിച്ചു കളഞ്ഞു. നയി സ്യാഹി ഭർവാനേക്കല് ദോനോ ദുക്കാൻ പർ പൗഞ്ച്, എന്തായാലും എന്താണ് പെന്നിൽ മഷി നിറക്കാൻ പോകണം. അപ്പോൾ അതിൽ 1-2 തുള്ളി മഷി ഉണ്ടായിരുന്നു, എന്ത് ചെയ്തു? അവൻ അങ്ങ് ഒഴിച്ചു കളഞ്ഞു. എന്നിട്ട് 2 പേരും കൂടെ എവിടെയാണ്? പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടിയിട്ട് കടയുടെ അടുത്തേക്ക് പോവുകയാണ്. एक पेन स्याही भर दो സാഹിൽ സെ പെഹലെ ഹി ബേലാനെ ദുക്കാൻ വലൈസെ കഹ, അപ്പോൾ സാഹിലിനാണ് മഷി നിറക്കേണ്ടത്. പക്ഷേ സാഹിൽ എന്തെങ്കിലും മിണ്ടുന്നതിന് മുമ്പ് തന്നെ ബേല പറയാണ്, കടക്കാരനോട് പറയാണ്, ഏക് പെൻ സ്യാഹി ഭർ ദോ, ഒരു പേനയിൽ മഷി നിറച്ച് തരുമോ? ബേട്ട സ്യാഹി की बोतल अभी अभी काली हो गई है, अब तो कल ही मिल पाएगी. അപ്പോൾ കടക്കാരൻ പറയണം, അയ്യോ പിന്നെ മോനെ എന്തു പറ്റി? ഇവിടെ ഇരുന്ന മഷിക്കുപ്പി എന്താണ് ഇപ്പോഴായിട്ട് കാലിയായതേ ഉള്ളൂ, തീർന്നു പോയതേ ഉള്ളൂ, ഇനി നാളെയേ എന്താണ് ഇവിടെ മഷി കിട്ടുള്ളൂ. लेकिन इसने तो पेन में जो स्याही थी उसे भी जमीन पर छिड़क दिया, ബേല ബോലി. അപ്പോൾ ബേല പറയണം, അയ്യോ പേനയിൽ കുറച്ച് മഷി ബാക്കിയുണ്ടായിരുന്നു, ഇവൻ അതിനെ എടുത്ത് തറയിലേക്ക് ഒഴിച്ചു കളഞ്ഞല്ലോ എന്ന് ബേല വളരെ വിഷമത്തോടെ പറയുകയാണ്. बादल को देखकर खड़े को नहीं डुलाना चाहिए, दुकान वाले भैया ने कहा और पूछा कौन सी में पढ़ते हो.
അപ്പോൾ പെട്ടെന്ന് ആ കടക്കാരൻ ചോദിക്കുകയാണ്, എന്താണ് ബാദൽക്കോ ദിഖർ കടേക്കോ നഹി ഡുലാന ചാഹി, എന്താണ് മഴ കണ്ടിട്ട് അല്ലെങ്കിൽ കാർമേഘം കണ്ടിട്ട് മഴ ഇപ്പോൾ വരുമെന്നും പറഞ്ഞ് എന്താണ് കുടത്തിലിരിക്കുന്ന വെള്ളത്തിനെ ഒഴുക്കി കളയരുത്. ദുക്കൻ വാലേ ഭയ്യാനെ കഹ, ആ കടക്കാരനാണത് പറഞ്ഞത്. ഓർ പൂച്ച കോൺസിമേം പഠിത്തേക്കോ, ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെൻറ്റൻസ് ആണ്. കാര്യം എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നതിനെ ഒരിക്കലും എന്താണ് നഷ്ടപ്പെടുത്തി കളയരുത്. കാരണം അത് നമുക്ക് കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ വന്നിട്ട് എന്താണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അതുകൊണ്ട് നമ്മളെ കയ്യിലുള്ളൊരു സാധനം ആ പേരും പറഞ്ഞ് നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. അതാണ് ഈ ഒരു സെൻറ്റൻസിൻ്റെ മീനിങ്. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ബാദൽക്കോ ദിഖർ ഖടേക്കോ നഹീൻ ഡുലാന ചഹിയെ ദുക്കാൻദാനെ ഐസ ക്യോം കഹ. അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്, ഒരിക്കലും എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനം നമുക്ക് കിട്ടണം എന്നില്ല, അതിൻ്റെ പേര് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നതിനെ ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നത്. 5वीं में, 5ാം ക്ലാസ്സിൽ. സാഹിലിനെ ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो. അപ്പോൾ അയാൾ ചോദിച്ചപ്പോൾ എന്താണ് വളരെ ഒരു താല്പര്യം ഇല്ലാതെയാണ്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് എന്തോ പാപമാണെന്നുള്ള രീതിയിലാണ് സാഹിൽ എന്താണ് പറയുന്നത്, 5वीं में, 5ാം ക്ലാസ്സിലാണ് പറഞ്ഞത്. ദോനോ ദുക്കൻ വാലെ ഭയ്യനെ കഹ. അപ്പോൾ അദ്ദേഹം വീണ്ടും കടക്കാരൻ ചോദിക്കണം, രണ്ടുപേരും ഹാ ദോനോ ഓർ ഹം दोनों का सेक्शन भी एक ही है. ए बेला ने ऐसे खुश होकर बताया जैसे कोई बहुत बड़ी बात हो. അപ്പോൾ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണോ എന്ന് അയാൾ ചോദിച്ചപ്പോൾ ഉടനെ ബേല പറയുകയാണ്, എന്താണ്, ഹാ ദോനോ, ഞങ്ങൾ രണ്ടുപേരും എന്താണ് 5ാം ക്ലാസ്സിലാണ്. മാത്രമല്ല ഹം ദോനോ കാ സെക്ഷൻ ഭി ഏക് ഹി ഹെ, ഞങ്ങൾ രണ്ടുപേരും പഠിക്കുന്ന ഡിവിഷനും ഒന്ന് തന്നെയാണ്. ഏതാണ്, 5A ഡിവിഷനിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. ബേലാന ഐസെ ഖുഷ് ഹോക്കർ ബതായ, അവൾ വളരെ സന്തോഷത്തോടെ പറഞ്ഞു. ജയ്സേക്ക് യഹ് കോയി ബഡി ബാധോ, എന്തോ വലിയ കാര്യമാണ്, ഒരുമിച്ച് ഒരു സെക്ഷനിലാണ് ഒരു ഡിവിഷനിലാണ് പഠിക്കുന്നതെന്ന് വളരെ സന്തോഷത്തോടെയാണ് അവൾ പറഞ്ഞത്. ക്ലാസ് മേ ദോനോ പാസ് ബൈഠേ थे, എന്താണ് ക്ലാസ്സിൽ അവർ രണ്ടുപേരും എന്താണ് അടുത്തടുത്താണ് ഇരുന്നിരുന്നത്. കോപ്പി മേം കാം കർത്തേ തോ ദോനോ കോപ്പി മേം കാം കർത്തേ थे, എന്താണ് കോപ്പി എഴുതുകയാണെങ്കിൽ അവർ രണ്ടുപേരും ഒരുമിച്ച് കോപ്പി എഴുതുമായിരുന്നു. കിതാബ് പढ़ते तो दोनों किताब पढ़े, അതല്ല ഇപ്പോൾ ബുക്ക് വായിക്കുകയാണെങ്കിൽ ബുക്ക് പഠിക്കുകയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് പഠിക്കും. ബൽക്കി പാഠ് ഭി ഏക് ഹി പഠിത്തെ, എന്താണ് വായിക്കുന്നത് മാത്രമല്ല അവർ പാഠങ്ങൾ പഠിക്കുന്നതും ഒരുപോലെ ഒരേ പാഠങ്ങളെ ഒരുമിച്ചിരുന്ന് പഠിക്കാറുണ്ടായിരുന്നുള്ളൂ. സാഹിൽ ചമക് ഉടി സൻ 57 में वह तलवार पुरानी थी पढ़ता तो बेला भी चमक उड़ी सन 57 में वह तलवार पुरानी थी पढ़ती थी. അപ്പോൾ സാഹിൽ ഏതെങ്കിലും ഒരു പാഠം പഠിക്കുമെങ്കിൽ അതേ പാഠം അതേ വരി തന്നെ എന്താണ് ബേലയും വായിച്ച് പഠിക്കുമായിരുന്നു. ബേല കഹതി ബഹൻജി പാനി പീനെ ചലേ ജാവും, സാഹിൽ ബി കഥ ബഹൻജി പാനി പീനെ ചലേ ജാവും, എന്താണ് ബേല എന്താണ് വെള്ളം കുടിക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതുപോലെ സാഹിലും ചോദിക്കുമായിരുന്നു. കാരണം എന്താണ് പറയുന്നത്, അവർ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും എന്താണ് ഒരുമിച്ചാണ് ചെയ്തിരുന്നത്. ഗണിത് കെ മാഡ് സാബ് സുരേന്ദർ ജി കി പീരീഡ് ഖേൽ ഖണ്ഡിക്ക് ബാദ് ആതാ. ഇനി അടുത്ത സ്കൂളിൽ ഒരു സാറിൻ്റെ കാര്യമാണ് പറയുന്നത്, എന്താണ് ഗണിത് മാത്സ് പഠിപ്പിക്കുന്ന ഒരു മാത്സ് ഗണിതം കണക്ക് പഠിപ്പിക്കുന്ന ഒരു മാത്സ് സാബ് സുരേന്ദർജി എന്ന് പറയുന്ന ഒരു സാറുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പീരീഡ് എപ്പോഴാണ് വരുന്നത്, ഖേൽ ഖണ്ഡിക്ക് ബാദ്, എന്താണ് PT പീരീഡ് ഉണ്ടല്ലോ, നമ്മൾ കളിക്കാൻ വിടുന്ന പീരീഡ്, അതിന് ശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ പീരീഡ് വരുന്നത്. बच्चे उनसे काम थे और खेल खंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते थे. അപ്പോൾ കുട്ടികൾക്ക് ഈ എന്താണ് മാത്സ് സാബ് സുരേന്ദർ സാർ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് കുട്ടികളെ പേടിച്ച് കാമ്പിനെന്ന് പറഞ്ഞാൽ വിറയ്ക്കുമായിരുന്നു. എന്നിട്ട് അവർ എന്ത് ചെയ്യും, PT കളിക്കാനൊക്കെ പോയാലും എന്ത് ചെയ്യുന്നു, അതിനെ ആ പീരീഡ് ബെല്ലടിക്കുന്നതിന് ഏകദേശം ഒരു 2 മിനിറ്റ് മുമ്പ് അവരെന്ത് ചെയ്യും, തിരിച്ചു വന്ന് അവരവരുടെ പ്ലേസിൽ വന്ന് എന്താണ് ബഹളമൊന്നും ഇല്ലാതെ വളരെ നീറ്റായിട്ട് വന്ന് അവരുടെ ക്ലാസ്സിൽ ഇരിക്കുമായിരുന്നു. സുരേന്ദർജി മാത്സ് സാബ് ഇസി പീരീഡ് മേ കോപ്പി ജാഞ്ചത്തെ थे. അപ്പോൾ അദ്ദേഹം ബുക്കൊക്കെ ചെക്ക് ചെയ്യുന്നത് എപ്പോഴാണ്, ഈ പീരീഡിൽ വരുമ്പോഴാണ്. സെരാസി ഗൾത്തി പർ ബച്ചോങ്കു ഇധർ ഉധർ ഫേങ് ദേത്തെ थे യാ ചാപ്പട്ട് മാർനെ ലഗ്തേ थे. അപ്പോൾ കുട്ടികളുടെ ബുക്കൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും സെരാസി ഗലത്തി, എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് കണ്ടാൽ തന്നെ അയാൾ എന്ത് ചെയ്യും, ബച്ചോങ്കു ഇധർ ഉധർ ഫേങ്കര എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയുക എന്ന്. അപ്പോൾ കുട്ടികളെ എറിയുക എന്നല്ല അതിൻ്റെ മീനിങ്, എന്താണ് കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിടിച്ച് തള്ളുമായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ചാപ്പട്ട് മാർനെ ലഗ്തേ थे, അവരെ എന്താണ് അടി കൊടുക്കാൻ തുടങ്ങുമായിരുന്നു.
ഉൻക ഹാത്ത് ചലന ശുരു ഹോത്താ തോ രുക്ന ഭൂൽ ജാത്ത അദ്ദേഹത്തിൻ്റെ കൈകൾ എന്താണ് കുട്ടികളെ തല്ലാൻ തുടങ്ങിയ എന്താണ് അത് നിൽക്കാൻ എന്താണ് മറന്നു പോകുമായിരുന്നു. അതായത് തല്ലാൻ തുടങ്ങിയാൽ അദ്ദേഹത്തിന് എന്താണ് ഇങ്ങനെ കുട്ടികളെ തല്ലിക്കൊണ്ട് തന്നെ ഇരിക്കും. एक दिन സുരേന്ദർ ജി മാട്സാപ്പിനെ ബേല കെ ബാലോമേ പഞ്ച ഫസായ. ഒരു ദിവസം എന്ത് ചെയ്തു, ഈ സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഈ മാത്സ് പഠിപ്പിക്കുന്ന സാറ് ബേലയുടെ മുടിയിൽ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ മുടിക്കെട്ടിൽ ഇങ്ങനെ പിടിച്ചു വലിച്ചു. पर शायद जिस गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती थी ही नहीं. പക്ഷെ എന്തോ തെറ്റുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടാണ് എന്താണ് അവളുടെ മുടിയിൽ പിടിച്ച് ഇങ്ങനെ വലിച്ചത്, അവളെ വേദനിപ്പിച്ചത്. പക്ഷെ എന്താണ് അത് അവൾ എഴുതിയിരുന്നത് തെറ്റേ അല്ലായിരുന്നു. ഉനോനെ ബേലാക്കോ ചോട് ദിയ. എന്നിട്ട് എന്ത് ചെയ്തു, ബേലയെ മുടിയിൽ നിന്ന് പിടിവിട്ടു. ബേലാക്കെ ഭയഭീത് ചെഹ്റേക്കോ देखकर സാഹിൽ ബുരി തരഹ് ഡർ ഗയാ था. അപ്പം ബേലയുടെ ഭയഭീതം പേടിച്ചരണ്ട ചെഹ്റ മുഖം കണ്ടപ്പോൾ സാഹിൽ എന്ത് ചെയ്തു, ശരിക്കും ബുരി തരഹ് ഡർ ഗയാ था, അവൻ അങ്ങ് ആകെ പേടിച്ചു പോയി. ഉസ്നെ ദേഖാ കി ബേലാക്കെ പാവ് അബി ഭി കാം രഹേ ഥേ. അപ്പോൾ അവൻ നോക്കിയപ്പോൾ എന്താണ്, ബേലയുടെ കാലുകളൊക്കെ ഇപ്പോഴും നന്നായിട്ട്, പാവ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാൽപാദങ്ങൾ എന്താണ് ഇപ്പോഴും നന്നായിട്ട് കാമ്പിന വിറയ്ക്കുന്നുണ്ടായിരുന്നു. ജയ്സി വഹ് ഖടേ ഖടേ അഭി ഗിർ ജായേഗി. അവൾ എന്താണ് ഇപ്പം തന്നെ വിറച്ച് തറയിലേക്ക് വീഴും എന്നുള്ള അവസ്ഥയിലായിരുന്നു അവിടെ നിന്നിരുന്നത്. सुरेंद्र जी मैथ साहब ने कॉपी को उसके बैठने की जगह पर फेंकते हुए कहा, बैठ अपनी जगह पर. അപ്പോൾ സുരേന്ദർജി എന്ത് ചെയ്തു, ആ മാത്സ് സാർ എന്ത് ചെയ്തു, കോപ്പി അവളുടെ നോട്ട്ബുക്കിനെടുത്ത് അവൾ ഇരിക്കുന്ന സ്ഥലത്തോട്ട് ഭേങ്തെ എന്താണ് എറിഞ്ഞിട്ട് പറഞ്ഞു, ബൈറ്റ് അപ്നി ജഗഹ് പർ, പോയി നിന്റെ പ്ലേസിൽ പോയി ഇരിക്കുക എന്ന് ദേഷ്യത്തോടെ പറഞ്ഞു. ബേലാക്ക മൻ ബഹുത് ഖരാബ് ഹോ ഗയ. അവൾക്ക് എന്താണ് വളരെയധികം എന്താണ് മനസ്സ് വളരെയധികം വിഷമം തോന്നി. മേഡ് സാബ് ചാഹി മുച്ചെ പീഡിലെത്തെ മഗർ സാഹിൽ കെ സാമനെ നഹി. ഇപ്പം സാറിന് വേണമെങ്കിൽ എന്താണ്, ആ മാത്സ് സാറിന് വേണമെങ്കിൽ എന്നെ മുച്ചെ പീഡിലെത്തെ എന്നെ വേണമെങ്കിൽ ഒന്ന് അടിച്ചിരുന്നെങ്കിൽ പോലും എനിക്ക് എന്താണ് വിഷമം തോന്നൂലായിരുന്നു. പക്ഷേ എന്താണ് അവൾക്ക് മോശമായിട്ട് തോന്നിയത്, സാഹിൽ കെ സാമനെ എന്താണ് അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടാണ് ആര്, സാഹിലിൻ്റെ മുമ്പ് വെച്ച് അവളോട് ഇത്രയും മോശമായിട്ട് അദ്ദേഹം പെരുമാറിയത് അവൾക്ക് എന്താണ് മനസ്സിനൊട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. വളരെയധികം വിഷമം തോന്നി. വഹ് സാഹിൽ കെ സാമനെ ഖുദ് കോ ശർമിന്ദ മെഹസൂസ് കർ രഹി ഥി. അപ്പോൾ സാഹിലിൻ്റെ മുമ്പ് അവൾ എന്തോ വളരെ മോശമായി അല്ലെങ്കിൽ വളരെ ലജ്ജയോടെ എന്താണ് അവൾ എന്തോ തെറ്റ് ചെയ്ത പോലെ ഒരു അങ്ങനെ ഒരു ഫീൽ, മെഹസൂസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫീലാണ് അവൾക്ക് തോന്നിയത്. വളരെയധികം ശർമിന്ദ, നാണക്കേട് തോന്നി. ക്യോങ്കി വഹ് ജാൻതി ദിക്കി വഹ് സാഹിൽ കി നസമേ ബഹുത്ത് അച്ചി. അപ്പോൾ സാഹിലിൻ്റെ കണ്ണിൽ അല്ലെങ്കിൽ സാഹിലിൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും നല്ല കുട്ടിയാണ് ആര്, ബേല. പക്ഷേ ആ സാറ് സാഹിലിൻ്റെ മുമ്പ് വെച്ച് അവളോട് ഇത്രയും മോശമായിട്ട് പെരുമാറിയപ്പോൾ അവൾക്ക് വളരെയധികം എന്താണ് വിഷമം തോന്നി, വളരെയധികം നാണക്കേട് തോന്നി. ജബ് വഹു ഉസ്കെ പാസ് ആക്കർ ബൈഠി ഉസ്സെ നസർ നഹി മിലാ പായി. അപ്പോൾ അവൾ തിരിച്ച് എന്ത് ചെയ്തു, വന്ന് സാഹിലിൻ്റെ അടുത്തിരുന്നു. പക്ഷേ എന്താണ് അവൾക്ക് ആ ഒരു നാണക്കേടും സങ്കടവും ഒക്കെ കാരണം എന്താണ് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും അവൾക്ക് എന്താണ് കഴിഞ്ഞില്ല. അത്രയ്ക്ക് വിഷമിച്ച് അവൾ അവിടെ വന്ന് ഇരുന്നു. ദീപാവലിക്ക് छुट्टियों बाद जब स्कूल तो ബേലക്കെ സിർ പർ സഫേദ് പട്ടി ബാന്തി ദി. അടുത്തിനി പറയുന്നത് എന്താണ്, കുറേ ദിവസം കഴിഞ്ഞു, എന്നിട്ട് എന്ത് ചെയ്തു, ദീപാവലിയുടെ അവധികളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും സ്കൂൾ തുറന്നു. അപ്പോൾ അവധിക്ക് ശേഷം വന്നപ്പോൾ ബേലാക്കെ സിർപ്പർ, ബേലയുടെ തലയിൽ സഫേദ് പട്ടി, ഒരു വെളുത്ത ബാൻഡേജ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടായിരുന്നു. ബാന്ധന എന്ന് പറഞ്ഞാൽ എന്താണ്, കെട്ടിയിട്ടുണ്ടായിരുന്നു. कोई उसे होए 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 सफ़ेद पट्टी कह रहा था तो कोई സുൽത്താന ടാക്കു तो कोई कुछ और कहकर ചിടാ रहा था. അപ്പോൾ കുറച്ച് കുട്ടികൾ എന്താണ് ഹോയെ ഹോയെ എന്ന് പറഞ്ഞാൽ അവളെ കളിയാക്കിയിട്ട് സഫേദ് പട്ടി എന്താണ് വെളുത്ത ബാൻഡേജുകാരി എന്ന് വിളിച്ച് കളിയാക്കി. അപ്പോൾ കുറച്ച് പേരെന്ത് ചെയ്തു, അവളെ സുൽത്താന ടാക്കു എന്താണ് സുൽത്താന, കൊള്ളക്കാരി സുൽത്താനയെ പോലെയുണ്ട്. तो कोई कुछ और, വേറെ കുട്ടികൾ എന്താണ് വേറെ പലതും വിളിച്ച് എന്ത് ചെയ്യുന്നു, ഉസേ ചിടാക്കർ, അവളെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരുന്നു. സുൽത്താന എന്ന് പറഞ്ഞാൽ ഒരു കൊള്ളക്കാരിയാണ്, എപ്പോഴും ഇങ്ങനെ തലയിൽ കെട്ടും ഒക്കെ ആയിട്ട് കാണുന്ന അങ്ങനെ ഒരു ആളാണ്. അപ്പോൾ അതുപോലെയാണ് എന്ന് പറഞ്ഞ് കുട്ടികൾ എന്ത് ചെയ്യുന്നു, കളിയാക്കിക്കൊണ്ടിരുന്നു. ये क्या हो गया बेला, സാഹിലിനെ പരേശാൻ ഹോത്തെ ഹുയെ പൂച്ച. അപ്പോൾ അവളുടെ തലയിലെ വെള്ള ബാൻഡേജ് കണ്ടപ്പോൾ, വെള്ളത്തെ കെട്ട് കണ്ടപ്പോൾ വളരെ ടെൻഷൻ അടിച്ച് വളരെ വിഷമത്തോടെ സാഹിൽ ചോദിക്കുകയാണ്, ഏ ക്യാ ഹോ ഗയാ ബേല, ഇതെന്താ പറ്റിയത് ബേല. ഛത് സെ ഗിർ ഗയി. ബേലാനെ ഹസ്തെ ഹുയെ കഹാ और कहा बहुत दिन हो गए आज खेल खंडी में गांधी चौक में लेंगड़ी टांग खेलेंगे.
അപ്പോൾ അവൾ പറയുന്നത് എന്താണ്, ഛത്സെ ഗിർഗി, എന്താണ് വീടിൻ്റെ മുകളിൽ കയറിയപ്പോൾ അവിടെ നിന്ന് താഴേക്ക് വീണതാണ്. ബേലാനെ ഹസ്തേ ഹുയേക്ക്, അവൾ ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. എന്നിട്ട് പറയാണ് ബഹുദ്ദിൻ ഹോഗേ, എന്താണ് കുറേ ദിവസമായല്ലോ. ആജ് ഖേൽ ഖണ്ഡിമേം ഗാന്ധി ചൗക്കുമേം ലങ്കടി ടാങ് ഖേലെങ്കെ, എന്താണ് ഇന്ന് നമ്മൾ എന്താണ് PT പീരീഡ്, കളിക്കാനുള്ള ഡ്രില്ലിൻ്റെ PT പീരീഡ് നമ്മൾ എന്താണ് ഗാന്ധി ചോക്ക് അവിടെ ആ സ്ഥലത്ത് ഗാന്ധി പാർക്ക് എന്താണ് അവിടെ ചെന്നിട്ട് ലങ്കടി ടാങ്ക്, അല്ലെങ്കിൽ ലങ്കടി ടാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കൊന്നിക്കളിക്കുക അല്ലെങ്കിൽ പാണ്ടി കളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ കാലിൽ എന്താണ് ഇതിങ്ങനെ തട്ടി തട്ടി കൊണ്ടുപോകുക, അങ്ങനെയുള്ള കളിയാണ്, അത് കളിക്കാമെന്ന് ബേല പറയുകയാണ്. നഹി കേലെങ്കെ തേരെ സിർമേ ഫിർസേ ലഗ് ജായേഗി തോ, അപ്പോൾ സാഹിൽ എന്താണ് ഉടനെ പറയാണ് വേണ്ട വേണ്ട കളിക്കണ്ട, നിൻ്റെ തലയിൽ എന്താണ് ഇനിയും മുറിവ് പറ്റിയാലോ വേദന ഉണ്ടായാലോ എന്ന് അവൻ ചോദിക്കുകയാണ്. നഹി ലഗേഗി ബേലാനെ സിദ്ക്കി, ഇല്ല ഇല്ല വേദനയൊന്നും വരൂല, ബേല വാശി പിടിച്ചു. और वे हमेशा की तरह सारे बच्चों के साथ गांधी चौक के बालू में पूरी ഖേൽ ഖണ്ഡി ലങ്കടി ടാങ്ക് ഖേലെ, എന്നിട്ട് എന്ത് ചെയ്തു അവർ എപ്പോഴത്തെയും പോലെ PT പീരീഡ് ബാക്കി എല്ലാ കുട്ടികളോടൊപ്പം എന്താണ് ഗാന്ധി ചോക്ക് ആ പാർക്കിൽ ചെന്നിട്ട് എന്ത് ചെയ്തു, ആ ഗാന്ധി പ്രതിമയുടെ അടുത്ത് അവിടെ ചെന്നിട്ട് ബാലു എന്ന് പറഞ്ഞാൽ എന്താണ് മണലിൽ എന്ത് ചെയ്യുന്നു ആ പീരീഡ് മുഴുവൻ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഈ കൊന്നി എന്താണ് അവിടെ കളിച്ചു. इन बच्चों को अपने चारों ओर खेलते देखकर गांधी जी की मूर्ति ऐसी दिखाई पड़ती जैसे और समय से कुछ अधिक मुस्कुरा रही हो. അപ്പോൾ ഇത്രയും സമയം കുട്ടികൾ എന്താണ് ആ ഗാന്ധി പ്രതിമയുടെ ചുറ്റും പാർക്കിൽ അവിടെ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ട് നിന്നപ്പോൾ എന്താണ് ഗാന്ധിജിക്ക് കണ്ടപ്പോൾ കുറേ കൂടെ സന്തോഷമായി എന്നുള്ള രീതിയിൽ എന്താണ് അദ്ദേഹം കുറച്ചുകൂടെ നന്നായിട്ട് പുഞ്ചിരിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ മുഖം കണ്ടപ്പോൾ തോന്നി. അതായത് എന്താണ് അദ്ദേഹത്തിന് കുട്ടികളെ വളരെയധികം ഇഷ്ടമാണ്. അങ്ങനെ അവരെന്ത് ചെയ്തു, ആ പീരീഡ് ഫുൾ എന്ത് ചെയ്തു അവിടെ നിന്ന് കളിച്ചു. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. രവിവാർ കാ ദിൻ, രവിവാർ എന്ന് പറഞ്ഞാൽ എന്താണ് സൺഡേ ആയിരുന്നു. സാഹിൽ അപ്നെ ഘർ മേ നീം കെ പേട് കി ഡാലി പക്കഡ്കർ ചൂം രഹാ. സാഹിൽ എന്ത് ചെയ്തു അവൻ്റെ വീട്ടിൽ നീംക പേട എന്ന് പറഞ്ഞാൽ നീം എന്താണ് ആര്യവേപ്പിൻ്റെ ഒരു കൊമ്പിൽ പിടിച്ച് എന്ത് ചെയ്യുന്നു ചൂം രഹാത ഊഞ്ഞാലാടുന്നത് പോലെ തൂങ്ങി ആടുകയായിരുന്നു. വഹ് ഏക്ക് സ്റ്റൂൾ പർ ചട്കർ ചൂൽത്താത്, അവൻ എന്താണ് ഒരു സ്റ്റൂൾ എടുത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ കയറി നിന്നിട്ടാണ് എന്താണ് ഇങ്ങനെ ഊഞ്ഞാലാടി കൊമ്പിൽ പിടിച്ച് കുലുങ്ങി എന്താണ് കളിച്ചുകൊണ്ടിരുന്നത്. അച്ചാനക് ടൂട്ടേ സ്കൂൾ കി ഏക്ക് കീൽ സാഹിൽ കി പിണ്ടിലേമേ ലഗൈ, പെട്ടെന്ന് എന്ത് ചെയ്തു ആ പൊട്ടിയിരുന്ന സ്റ്റൂളിൻ്റെ ഒരു കീലെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ആണി എന്ത് ചെയ്തു സാഹിലിൻ്റെ കാലിൻ്റെ വണ്ണയിൽ എന്ത് ചെയ്യുന്നു കുത്തി കയറി. 1 ഇഞ്ച് ഗഹര ഗഡ്ഡ ഹോഗ, എന്താണ് ഏകദേശം 1 ഇഞ്ച് വരെ എന്താ അതങ്ങ് കുത്തിക്കയറി, നല്ല മുറിവ് പറ്റി. ഉസി സർക്കാരി അസ്പതാൽ മേ പട്ടി ബന്ധവാനെ കെലിയെ ലേ ജായ ഗയ, അവിടെയുള്ള അടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഗവൺമെൻറ് അസ്പതാലിൽ എന്ത് ചെയ്തു പട്ടി ബന്ധവാനെ കെലി, അവനെ അത് മുറിവ് വച്ച് കിട്ടുന്നതിന് വേണ്ടി എന്ത് ചെയ്തു ബാൻഡേജ് ഒക്കെ കെട്ടുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഉസ്നെ ദേഖാക്കി 2 ലോഗോं को छोड़कर ആകെ ബേല ഖടി ഹെ. അപ്പോൾ ആ ഡോക്ടറെ കാണാനുള്ള വരിയിൽ ചെന്ന് നിന്നപ്പോൾ അവൻ്റെ മുമ്പ് നിൽക്കുന്ന 2 പേർക്ക് മുമ്പ് ആര് നിൽപ്പുണ്ടായിരുന്നു, അവിടെ ബേല നിൽപ്പുണ്ടായിരുന്നു. സിർമേ പട്ടി ബന്ധുവാനെ ആയി ഹെ, അവളെന്താണ് തലയിലുള്ള ബാൻഡേജ് മാറ്റി കെട്ടാൻ വേണ്ടി ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. स्कूल आते जाते हुए और कक्षा में कई दिनों तक 2 ऐसे बच्चे दिखाई देते रहे जिनमें से एक के सिर पर पट्टी बांधी होती और एक की പിണ്ടലിമേ. അങ്ങനെ കുറേ ദിവസം സ്കൂളിൽ 2 കുട്ടികൾ ഇങ്ങനെ വരുമായിരുന്നു. എന്താണ് 2 പേരും ബാൻഡേജ് കെട്ടൊക്കെ ആയിട്ടാണ്, ഒരാളിൻ്റെ എവിടെയാണ് തലയിലാണ്, മറ്റൊരാളുടെ കാലിൻ്റെ വണ്ണയിൽ, ഇങ്ങനെ 2 പേരും എന്താണ് കുറേ ദിവസം എന്ത് ചെയ്യുന്നു ഇങ്ങനെ സഫേദ് പട്ടി എന്താണ് വെള്ള ബാൻഡേജും കെട്ടി 2 കുട്ടികളെ ഇങ്ങനെ കാണാറുണ്ടായിരുന്നു. സഫേദ് പട്ടി വാലെ ഏ ദോനോ കഹീം പർ ഭി സാത്ത് ഹി ദിഖായി ദേത്തെ, ഈ 2 വെള്ള ബാൻഡേജുകാരെ എവിടെ പോയാലും എന്താണ് ഒരുമിച്ചാണ് കാണാൻ പറ്റിയിരുന്നത്. 5वीं കക്ഷ കാ റിസൾട്ട് ആകെ, അങ്ങനെ 5ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു. ദോനോ ചടിയുമേ ആകെ, 2 കുട്ടികൾ ഏത് ക്ലാസ്സിലേക്കായി 6th 6ാം ക്ലാസ്സിലേക്ക് ആയി. ഇത് സ്കൂൾ 5वीं തക് ഹി ഥാ, ഈ സ്കൂൾ എന്താണ് 5ാം ക്ലാസ് വരെ ഉള്ളൂ ഈ സ്കൂളിൽ. ഇനിയിപ്പോൾ 6ാം ക്ലാസ്സിലാണെങ്കിൽ എന്താണ് ഇവിടുന്ന് മാറി വേറെ ഏതെങ്കിലും സ്കൂളിലേക്ക് TC മേടിച്ചുകൊണ്ട് പോയി അഡ്മിഷൻ എടുക്കണമായിരുന്നു. സാഹിൽ ആപ് തും കഹാം പഠോഗെ ബേലാനെ പൂച്ച, അപ്പോൾ ബേല ചോദിക്കുകയാണ് സാഹിൽ ഇനി നീ എവിടെയാണ് പഠിക്കുന്നത്. और तुम कहाँ पढ़ोगी बेला, സാഹിലിനെ പൂച്ച. അപ്പോൾ അതിന് മറുപടി പറയാതെ സാഹിൽ തിരിച്ച് ചോദിക്കുകയാണ് और तुम कहाँ पढ़ोगी बेला, നീ എവിടെയാണ് ഇനി പഠിക്കാൻ പോകുന്നത് ബേല. मेरे पापा कह रहे थे कि मुझे राजकीय कन्या पाठशाला में पढ़ाएंगे और तुम. അപ്പോൾ ബേല പറയാണ് മേരെ പാപ്പ, എൻ്റെ അച്ഛൻ പറഞ്ഞത് എന്താണ്, എന്നെ അടുത്തുള്ളൊരു രാജകീയ കന്യാ പാഠശാല, ഒരു ഗേൾസ് സ്കൂളിൽ എന്നെ പഠിപ്പിക്കാൻ വിടാം എന്നാണ് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത്. മുച്ചി അഗലേ സാൽ അജ്മേർ ഭേജ് ദേങ്കെ, എന്താണ് അവർ തും നീയോ
സാഹിലിനോട് ചോദിക്കണം. അപ്പോൾ സാഹിൽ പറയണം എന്താണ്, മുച്ചെ അഗലേ സാൽ അജ്മേർ ഭേജിതെങ്കിൽ, എന്നെ അടുത്ത വർഷം എവിടെ, അജ്മേറിലേക്ക് വിടും. അജ്മേറും എന്താണ് രാജസ്ഥാനിലെ തന്നെയുള്ള വേറൊരു പ്ലേസാണ്. വഹാം ഏക്ക് ഹോസ്റ്റൽ ഹേ ഘർ സേ ദൂർ വഹാ അക്കേല രഹൂങ്ക, അവിടെ എന്താണ് ഒരു ഹോസ്റ്റൽ, സ്കൂളിനോട് ചേർന്നൊരു ഹോസ്റ്റലുണ്ട്, വീട്ടിൽ നിന്ന് കുറച്ച് ദൂരെയാണ്, അതുകൊണ്ട് എന്താണ് ആ ഹോസ്റ്റലിൽ എന്താണ് ഒറ്റയ്ക്ക് അവിടെ നിൽക്കേണ്ടി വരും. ക്യോ സാഹിൽ, അപ്പോൾ എന്താ സാഹിൽ നിന്നെ ഇത്രയും ദൂരെ കൊണ്ടാക്കുന്നതെന്ന് അവൾ ചോദിക്കുകയാണ്. പതാ നഹി ക്യോ, എന്താ എനിക്കറിയില്ല. തോ യാനിക്ക് അബ് തും ഫുലേരാമേ ഹി നഹി രഹോഗെ, അപ്പോൾ ബേല വളരെ വിഷമത്തിൽ ചോദിക്കുകയാണ്, എന്ന് വെച്ചാൽ നീ ഇനി ഫുലേരയിൽ കാണൂല. ഈ അവരിപ്പോൾ താമസിക്കുന്ന പ്ലേസിൻ്റെ പേരാണ് ഫുലേര. ഫുലേര ജംഗ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അവരുടെ സ്കൂൾ ഇരിക്കുന്ന സ്ഥലം. അപ്പം നീ ഇനി ഫുലേരയിൽ കാണില്ലല്ലോ എന്ന്, നഹി ഇവിടെ ഇനി താമസിക്കില്ലേ എന്ന് അവൾ ചോദിച്ചു. നഹി തുമ്മാര റിപ്പോർട്ട് കാർഡ് ദിക്കാന, എവിടെ നിന്റെ റിപ്പോർട്ട് കാർഡ്, പ്രോഗ്രസ് റിപ്പോർട്ട്, എന്താണ് റിപ്പോർട്ട് കാർഡ് കാണിക്കുക. സാഹിൽ ബേല കാ റിപ്പോർട്ട് കാർഡ് ദേഖ് രഹാ താ ഓർ ബേല സാഹിൽ കാ, എന്താണ് ബേല സാഹിലിൻ്റെ റിപ്പോർട്ട് കാർഡും സാഹിൽ ബേലയുടെ റിപ്പോർട്ട് കാർഡും എന്താണ് വാങ്ങി നോക്കുകയായിരുന്നു. ആജ് ആഖിരി ബാരി വേ ഏക് ദൂസരേക്ക് കോയി ചീസ് കോ ഛൂക്കർ ദേഖ് രഹേ, ഇന്ന് എന്താണ് അവസാനമായിട്ട് അവർ എന്താണ് പരസ്പരം രണ്ടുപേരുടെ എന്തെങ്കിലും സാധനങ്ങൾ ഒന്ന് കയ്യിൽ വെച്ച് നോക്കുന്നത് ഇന്ന് അവസാനമായിട്ടൊന്ന് ഉള്ള രീതിയിലാണ് അവരത് നോക്കിക്കൊണ്ടിരുന്നത്. തുമാരി ആങ്ക്മേ ആസു ക്യോ ആരഹേ ഹേ ബേല, അപ്പോൾ സാഹിൽ ചോദിക്കുകയാണ്, എന്താ ബേല നിന്റെ കണ്ണുകളിൽ എന്താണ് നിറഞ്ഞിരിക്കുന്നല്ലോ, കണ്ണീര് വന്നിരിക്കുന്നല്ലോ. മുച്ചേ ക്യാ പതാ, ബേലാനെ ഡബ് ഡബായി ആങ്കോസെ ഹസ്തേ ഹുയേ കഹ, അപ്പോൾ മുച്ചേ ക്യാ പതാ, എനിക്കെങ്ങനെ അറിയാം. ബേല ഡബ് ഡബായി, എന്താണ് കണ്ണിങ്ങനെ നിറഞ്ഞ് തുളുമ്പിയിരിക്കുന്ന കണ്ണുകൾ, ആ കണ്ണുകൾ എന്താണ് വെച്ചിട്ട് അവൾ ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. മുച്ചേ ക്യാ പതാ, എനിക്കെങ്ങനെ അറിയാം എന്ന് അവൾ പറഞ്ഞു. കാരണം എന്താണ്, ഇത് ഇവരുടെ സ്കൂളിലെ ലാസ്റ്റ് ഡേ ആണ്. ഇനി ഇവർ രണ്ടുപേരും എന്താണ് ഈ സ്കൂളിൽ പഠിക്കില്ല, രണ്ടുപേരും രണ്ട് സ്കൂളിലാണ്. അപ്പോൾ അവർ കുറേ വർഷങ്ങളായിട്ട് ഒരുമിച്ച് പഠിക്കുന്ന ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ ആ ഒരു പിരിഞ്ഞു പോകുന്നതിൻ്റെ അവരുടെ ആ ഒരു വിഷമം, അത്രയ്ക്ക് ആത്മാർത്ഥതയുള്ള ഫ്രണ്ട്സ് ആയിരുന്നു. അതാണ് അവർക്ക് അങ്ങനെ ഒരു സങ്കടം ഫീൽ ചെയ്തത്. साहिल की आंखें बीर बखूटी की तरह लाल होने लगी थी और उनमें बारिश की बूंदों सा पानी भर गया था. അപ്പോൾ ഇത് ചോദിച്ചപ്പോൾ സാഹിലിൻ്റെ കണ്ണുകളിലും എന്താണ് ബീർ ബഹുട്ടികളെ പോലെ കണ്ണുകൾ എന്താണ് ലാൽ, നല്ല റെഡ് കളറായി. എന്നിട്ട് എന്ത് ചെയ്തു, ഉന്മേ ബാരിഷ് കി ബൂന്തോസ, അതിലും മഴത്തുള്ളികൾ പോലെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കണ്ണുനീര് നിറഞ്ഞു വന്നു. ബേല कहने लगी मैं चिढ़ाऊं अब तुम्हें രോനി സൂരത് സാഹിൽ. അപ്പോൾ ബേല എന്ത് ചെയ്തു, ബേല പറയാൻ തുടങ്ങി, ഞാൻ എന്താണ് നിന്നെ എന്താണ് കളിയാക്കട്ടെ, എന്താണ് എങ്ങനെയാണ് രോനി സൂരത് സാഹിൽ, എന്താണ് കരഞ്ഞ മുഖമായിട്ടുള്ള സാഹിൽ എന്ന് പറഞ്ഞ അവൾ എന്ത് ചെയ്യുന്നു, അവനെ കളിയാക്കി. ബാരിഷയും ആനേമേയും ഡേറ്റ് മഹീന ബാക്കിയത, എന്താണ് മഴക്കാലം വരാൻ ഇനിയും 1.5 മാസം ബാക്കിയുണ്ടായിരുന്നു. ലേക്കിൻ ഏക് ബാരിഷോ സെ പെഹ്ലേക്ക് ബാരിഷ് കാ ഏക് ദിൻ ഥാ, പക്ഷേ ഇതെന്താണ് മഴക്കാലം വരുന്നതിന് മുമ്പുള്ള ഒരു ദിവസമായിരുന്നു. ആസ്മാൻമേം കഠായം ഗിരീതി ധൂൽ ഭരി തേസ് ഹവായേം ചൽ രഹീതി, എന്താണ് നല്ല ധൂൽ ഭരി, നല്ല പൊടി നിറഞ്ഞ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. ആകാശത്തിൽ എന്താണ് നിറയെ ഘട എന്ന് പറഞ്ഞാൽ എന്താണ് കാലിമേഘ്, നല്ല കറുത്ത കാർമേഘങ്ങൾ എന്താണ് നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. നല്ല പൊടി നിറഞ്ഞ കാറ്റ് വളരെ സ്പീഡിൽ, തേസ് എന്ന് പറഞ്ഞാൽ നല്ല സ്പീഡിൽ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. പാനി ബെരസഹാദ, എന്താണ് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഫുലേര കസ്ബേക്ക് ബാദൽ ചായി എക് ഗലിമേ പാഞ്ചുവേസി ചടിമേ ചലി ഗയി എക് ലഡ്കി ജാ രഹി തി. അപ്പോൾ എന്താണ് ഫുലേര കസ്ബേക്ക് ബാദൽ ചായി എക് ഗലിമേ, ഫുലേരയിലുള്ള ആ ഒരു ചെറിയ ടൗണിൻ്റെ ബാദൽ ചായി, എന്താണ് മേഘങ്ങൾ നിറഞ്ഞ ഒരു തെരുവിലൂടെ എന്താണ് 5ാം ക്ലാസ്സിൽ നിന്ന് 6ാം ക്ലാസ്സിലേക്കായ ഒരു പെൺകുട്ടി എന്താണ് ജാ രഹീതി നടന്നു പോകുന്നുണ്ടായിരുന്നു. ഉസ്കെ പൂരെ ബാൽ ബീർ ബഹൂട്ടിയോങ്കെ രംഗക്കെ ലാൽ റിബൺ സെ ബന്ധേതെ, അവളുടെ നല്ല എന്താണ് ബ്രൗൺ കളർ അല്ലെങ്കിൽ ബൂര എന്ന് പറഞ്ഞാൽ തവിട് കളർ അല്ലെങ്കിൽ ബ്രൗൺ കളർ മുടിയിൽ എന്താണ് ബീർ ബഹൂട്ടിയുടെ നിറമുള്ള ചുവന്ന റിബൺ എന്ത് ചെയ്തു, റിബൺ കൊണ്ട് മുടി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. दूसरी दिशा को जाती एक गली में 5वीं से छड़ी में गया एक 11 साल का लड़का जा रहा था. ആ തെരുവിൻ്റെ തന്നെ എന്താണ് വേറൊരു സൈഡിലൂടെ 5ാം ക്ലാസ്സിൽ നിന്നും 6ലേക്ക് ജയിച്ച വേറൊരു ആൺകുട്ടി, ഒരു ബോയും എന്താണ് ഒരു ആൺകുട്ടിയും നടന്നു പോകുന്നുണ്ടായിരുന്നു. इसकी पिंडली में बीर बहूटी के रंग का सा 1 इंच लंबा चोट का निशान था. അവൻ്റെ കാലിൻ്റെ വണ്ണയിൽ എന്താണ് ബീർ ബഹൂട്ടിയുടെ നിറം പോലെ എന്താണ് റെഡ് കളറിൽ ഏകദേശം 1 ഇഞ്ച് നീളമുള്ള ഒരു മുറിവിൻ്റെ അടയാളവും ഉണ്ടായിരുന്നു. അതായത് എന്താണ് അവർ രണ്ടുപേരും എന്താണ് ഇന്ന് മുതൽ അവർ 5ാം ക്ലാസ്സിൽ നിന്ന് മാറി അടുത്ത 6ാം ക്ലാസ്സിലേക്കായി. അപ്പോൾ അവർ രണ്ടുപേരും എന്താണ് ഇനി ഇത് അവരുടെ സ്കൂളിലെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ രണ്ടുപേരും ഒന്ന് സ്കൂളിൽ നിന്ന് എവിടേക്കാണ്
അവരുടെ വീടുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്താണ് വളരെ നമ്മൾ കണ്ടു എന്താണ് വളരെ മനോഹരമായ ഒരു കഥയായിരുന്നു ബീർ ബഹുട്ടി. അവർ എന്താണ് വളരെ കാലമായിട്ട് ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളാണ്. അപ്പോൾ അവർ തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അവർ തമ്മിൽ എല്ലാം ഒരുമിച്ചാണ് ചെയ്യുന്നത്. പഠിക്കുന്നതായാലും കോപ്പി എഴുതുന്നതായാലും അല്ലെങ്കിൽ എന്താണ് ബുക്ക് വായിക്കുന്നതായാലും കളിക്കുന്നതായാലും. അപ്പോൾ അവർ രണ്ടുപേരും എന്താണ് ഇനി 5ാം ക്ലാസ് വരെ ആ സ്കൂളിലുള്ളൂ. അപ്പോൾ 6ാം ക്ലാസ്സിലേക്ക് രണ്ടുപേരും എവിടെയാണ് 2 സ്കൂളിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ബന്ധം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എത്രത്തോളം ഡെപ്ത് ഉള്ളതായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കഥയിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് വായിക്കുമ്പോൾ തന്നെ എന്താണ് നമുക്ക് കണ്ണ് നിറയും. കാരണം നമുക്കും പ്രത്യേകിച്ച് ഇത് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വെച്ചിട്ടുള്ള ഒരു കഥയാണ്. അതിന് കാരണം എന്താണ് 10ാം ക്ലാസ് എന്ന് പറയുന്നത് എന്താണ് ഏകദേശം 10th എന്ന് പറയുമ്പോൾ സ്കൂൾ ക്ലാസ്സിൻ്റെ ഒരു ലാസ്റ്റ് ഒരു ടൈമാണ്. അതായത് നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, പക്ഷേ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാൻ 1-2 പേരെ കാണുള്ളൂ. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത് പഠിക്കുന്നത് പലരും പല കോഴ്സുകൾ അല്ലെങ്കിൽ പല സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ പിന്നെ ക്ലാസ്സിൽ നിന്ന് പിരിയേണ്ടി വരും. പിന്നെ വീണ്ടും ഫ്രണ്ട്സിനെ കാണാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് എന്താണ് അങ്ങനെ ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാ ദിവസവും വന്ന് കണ്ടുകൊണ്ടിരുന്ന ഫ്രണ്ട്സിനെ എന്തായാലും നമുക്ക് പിന്നെ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ പറ്റില്ല. കുറച്ച് പേർക്ക് കൂടെ പഠിക്കുമായിരിക്കും. പക്ഷേ ആ ഒരു മിസ്സിങ് എന്ന് പറയുന്നത് എന്താണ് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഫോണുണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്. നമുക്ക് എങ്ങനെയും എന്താണ് നമ്മുടെ ഫ്രണ്ട്സിനെ എപ്പോഴും കോൺടാക്ട് ചെയ്യാനും സംസാരിക്കാനും ഒക്കെ പറ്റും. പക്ഷെ നമ്മൾ പറഞ്ഞു എവിടെ ഉന്നീസ് വിക്യാസി എന്ന് പറഞ്ഞു 1981 നടക്കുന്ന കഥയാണ്. അപ്പോൾ 1981 എന്ന് പറയുമ്പോൾ അന്ന് ഇതുപോലെ ഫോണില്ല. നമുക്ക് ദൂരെയുള്ള ആൾക്കാരെ പെട്ടെന്ന് വിളിക്കാനോ അല്ലെങ്കിൽ മീറ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പീരീഡിൻ്റെ കഥയാണ് നമ്മുടെ പ്രഭാതം എന്ന് പറയുന്ന റൈറ്റർ ബീർ ബഹുട്ടിക്കകത്ത് പറയുന്നത്. അപ്പോൾ ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് വളരെയധികം വിലയുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയാലും എന്താണ് ബന്ധങ്ങൾ ഒരാളിൻ്റെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ് അയാൾക്ക് മാത്രമേ അത് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരാൾ മാത്രമേ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണുള്ളൂ. അല്ലെങ്കിൽ അതിന് പകരം ഒരാളിനെ കിട്ടുക എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ അപൂർവമായിട്ടേ നമുക്ക് അതുപോലെ ഒരു ഫ്രണ്ടിനെ വീണ്ടും നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഈ ബന്ധങ്ങൾ. ഓരോ ബന്ധത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു വിലയുണ്ട്. അപ്പോൾ അതാണ് ഈ ബീർ ബഹുട്ടി എന്ന് പറയുന്ന പാഠത്തിനകത്ത് നമുക്ക് റൈറ്റർ പറഞ്ഞു തരുന്നത്. ബന്ധങ്ങൾക്ക് വിലയുണ്ട്. നമ്മൾ ആ ബന്ധങ്ങൾ എപ്പോഴും എന്താണ് വളരെ പ്രഷ്യസ് ആയിട്ട് തന്നെ കരുതണം. അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ആരായാലും ആ ബന്ധത്തിന് ഒരിക്കലും എന്താണ് നമ്മൾ അങ്ങനെ ഒരു നിസ്സാരമായിട്ട് കാണരുത്. അപ്പോൾ അതാണ് ഈ 2 ബേലയും സാഹിലും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥയിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടതാണോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടെക്സ്റ്റ് വെച്ചിട്ട് ഈ പഠിപ്പിച്ചത് ഒന്നുകൂടെ എന്താണ് നിങ്ങൾ ശരിക്കും അതിൻ്റെ മീനിങ് വാക്കുകളുടെയൊക്കെ മീനിങ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിൻ്റെ ആശയം മനസ്സിലാക്കുക. എന്നിട്ട് 1-2 തവണ എന്തെന്ന് പാഠം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. ഇനി ഇതിൽ ഏതെങ്കിലും പറഞ്ഞ വേർഡ്സിൻ്റെ ഏതെങ്കിലും മീനിങ്സ് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ മീനിങ്സ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താണ് ഞാൻ റിപ്ലൈ ചെയ്തോളാം. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ് വീണ്ടും കാണുക. തുടർന്നുള്ള എക്സസൈസ് അടുത്ത പോർഷൻസ് എല്ലാം ഈ യൂണിറ്റിൽ തന്നെ അടുത്ത ചാപ്റ്റേഴ്സൊക്കെ ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്തേ.